പ്രിയമുള്ളവരെ, വചനജ്വാല 1665 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 23 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പ് 37 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജെറമിയായുടെ പുസ്തകം 36 അധ്യായം 17 മുതൽ 32 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവർ ബാറൂക്കിനോട് ചോദിച്ചു, ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക. ജെറമിയ പറഞ്ഞു തന്നതാണോ? ബാറൂക്ക് മറുപടി പറഞ്ഞു, അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവ മഷി കൊണ്ട് ചുരുളിൽ എഴുതി വെച്ചു. അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂക്കിനോട് പറഞ്ഞു, നീയും ജെറമിയായും പോയി ഒളിക്കുക. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത്. അവർ കാര്യവിചാരകനായ എലീഷാമായുടെ മുറിയിൽ ചുരുൾ വെച്ച ശേഷം രാജാവിന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയായെ അയച്ചു. അവൻ കാര്യവിചാരകന്റെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നിധിയിൽ നിന്ന പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു. അത് ആണ്ടിന്റെ 9-ാം മാസമായിരുന്നു. രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിന്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തികൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും. ചുരുൾ മുഴുവൻ തീരുന്നത് വരെ അങ്ങനെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ കത്തിച്ച് കളയരുതെന്ന് എൽനാഥനും ദലായം ഗമറിയായും അപേക്ഷിച്ചുവെങ്കിലും അവനത് വകവെച്ചില്ല. എഴുത്തുകാരായ ബാറൂക്കിനെയും പ്രവാചകനായ ജെറമിയായെയും ബന്ധിക്കാൻ രാജാവ് തന്റെ പുത്രനായ റഹ്മേലിനോടും അസ്രിയേലിന്റെ മകനായ സെരായായോടും അബ്ദേലിന്റെ പുത്രനായ ഷെമലിയായോടും കൽപ്പിച്ചു. എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു. ജെറമിയ പറഞ്ഞുകൊടുത്ത് ബാറൂക്ക് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിന് ശേഷം രാജാവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ വേറൊരു ചുരുളെടുത്ത് അതിൽ യഹൂദ രാജാവായ യോയാഹാക്കീം നശിപ്പിച്ച ആദ്യ ചുരുളിലുണ്ടായിരുന്ന സകലതും എഴുതുക. യൂദാ രാജാവായ യഹോയാക്കീമിനെതിരെ ഇപ്രകാരം പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ചുരുൾ നീ കത്തിച്ചു. ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ല എന്നും എന്തിനെ അതിൽ എഴുതി എന്ന് നീ ചോദിച്ചു. അതിനാൽ യഹൂദ രാജാവായ യോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവന്റെ സന്തതികളാരും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല. അവന്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞുമേറ്റ് വെളിയിൽ കിടക്കും. ഞാൻ അവനെയും അവന്റെ സന്താനങ്ങളെയും ദാസന്മാരെയും അവരുടെ അകൃത്യ നിമിത്തം ശിക്ഷിക്കും. അവരും ജെറൂസലേം നിവാസികളും യൂദയായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രവചിച്ചത് വകവെച്ചില്ല. എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും. അനന്തരം ജെറമിയ മറ്റൊരു ചുരുളെടുത്ത് നേരിയായുടെ മകനായ ബാറൂക്കിന്റെ കയ്യിൽ കൊടുത്തു. യൂദാ രാജാവായ യഹോയാക്കീം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജെറമിയ പറഞ്ഞുകൊടുത്ത് അവൻ എഴുതി. ആദ്യത്തേതിന് സദൃശ്യമായ മറ്റു വാക്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം
ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മോഗ്രോവായയിലെ വിശുദ്ധ ടുറൂബിയൂസ് മെത്രാനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സ്പെയിനിൽ മോഗ്രോവോയ എന്ന സ്ഥലത്ത് 1538 നവംബർ 6-ാം തീയതി ടുറൂബിയൂസ് ഭുജാതനായി. ഭക്തകൃത്യങ്ങൾ പാരമ്പര്യമെന്ന വണ്ണം അനുഷ്ഠിച്ചു വന്നിരുന്ന കുടുംബത്തിൽ വളർന്ന ബാലൻ സകലർക്കും ഒരു മാതൃകയായിരുന്നു. ഒഴിവു സമയമെല്ലാം അവൻ ഭക്തകൃത്യങ്ങൾക്കോ ദരിദ്ര സേവനത്തിനോ ആണ് വിനിയോഗിച്ചിരുന്നത്. അനുപമമായിരുന്നു ജീവിത തപസ്. കാൽനടയായി വിദൂര സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈ തപോ ജീവിതത്തിനിടച്ച് ടുറൂബിയൂസ് സിവിൽ നിയമങ്ങളും സഭാ നിയമങ്ങളും പഠിച്ച് പ്രാവീണ്യം നേടിയിരുന്നു. ഇത് മനസ്സിലാക്കിയ ഫിലിപ്പ് ദ്വിതീയൻ രാജാവ് അദ്ദേഹത്തെ ഗ്രനാഡയിലെ ന്യായാധിപനായി നിയമിച്ചു. പ്രസ്തുത ജോലിയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തെക്കേ അമേരിക്കയിൽ പെറു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ലീമായിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചത്. ഈ ബഹുമതി ഉപേക്ഷിക്കാൻ അദ്ദേഹം വളരെയേറെ ഉത്സാഹിച്ചുവെങ്കിലും പരിശുദ്ധ പിതാവ് അദ്ദേഹത്തോട് പട്ടവും മെത്രാഭിഷേകവും സ്വീകരിക്കുവാൻ ആജ്ഞാപിച്ചു. 1587 ടുറൂബിയൂസ് ലീമായിലെത്തി ആർച്ച് ബിഷപ്പിന്റെ ജോലികൾ ഏറ്റെടുത്തു. ലീമാ നിവാസികൾക്ക് പുതിയ ആർച്ച് ബിഷപ്പ് പുണ്യത്തിന്റെ ഒരു മാതൃകയായിരുന്നു. ദീർഘമായ ധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ദിനംതോറും പാപസങ്കീർത്തനം കഴിച്ചിരുന്നു. രൂപതയുടെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം 3 പ്രാവശ്യം സന്ദർശിച്ചു. 100,000-ഓളം കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അനേകരെ സ്നാനപ്പെടുത്താനും അനേകർക്ക് സ്ഥൈര്യലേപനം നൽകാനും ഈ യാത്രകൾ ഉപകരിച്ചു. അമേരിക്കയിലെ 1-ാമത്തെ സെമിനാരി ടുറൂബിയൂസ് ആണ് സ്ഥാപിച്ചത്. 13 രൂപതാ സുനഹദോസുകളും 3 പ്രാദേശിക സുനഹദോസുകളും അദ്ദേഹം നടത്തി. ദരിദ്രർക്ക് ധർമ്മം നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഭക്താഭ്യാസം. രൂപതയിൽ 3-ാമത് സന്ദർശനം നടത്തുമ്പോഴാണ് മരണകരമായ രോഗം പിടിപെട്ട് 1606 മാർച്ച് 23-ാം തീയതി അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞത്. തിരുവാതയം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് അരുളി ചെയ്യപ്പെട്ട സംഗതികളോർത്ത് ഞാൻ ആനന്ദിച്ചു. കർത്താവിന്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. പ്രിയമുള്ളവരെ, ആർച്ച് ബിഷപ്പ് ടുറൂബിയൂസ് അധ്വാനത്തിന്റെയും ദാനധർമ്മത്തിന്റെയും പ്രതീകമാണ്. ആധ്യാത്മിക പുരോഗതിക്ക് ഉത്തമ മാർഗങ്ങൾ അധ്വാനവും ദാനധർമ്മവും തന്നെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ടുറൂബിയൂസ് മെത്രാന്റെ മോഗ്രോവോയിലെ വിശുദ്ധ ടുറൂബിയൂസ് മെത്രാന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.